ഹലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു 3D സ്കാനാണ്, ഇമേജസ് ഒക്കെ വെച്ചിട്ടുള്ളൊരു 3D സ്കാന്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തൊരു ഫയൽ ഔട്ട്പുട്ട്. നമ്മൾ മെഷ്റൂമും ബ്ലെൻഡറും വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇതിനായിട്ട് ഒരു സ്റ്റാച്യു എന്തെങ്കിലും ഒന്ന് എടുക്കുക. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ സ്റ്റാച്യു ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഫോട്ടോ എടുക്കണം. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഈ മങ്കി ഹെഡാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഈ ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് നമ്മുടെ ക്യാമറ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒബ്ജക്റ്റിന് ചുറ്റും സ്പൈറലി ടോപ്പ് ടു ബോട്ടം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോട്ടോസ് എടുക്കണം. ഞാൻ എടുത്തതൊരു 105 ഫോട്ടോസാണ്. സ്പൈറലി ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മോഷൻ ബ്ലർ ഉണ്ടാവാൻ പാടില്ല, അതുപോലെ തന്നെ ഔട്ട് ഓഫ് ഫോക്കസ് ആകാൻ പാടില്ല. ഇതിപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ ചുറ്റും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ടോപ്പ് ടു ബോട്ടം ഫോട്ടോസ് എടുക്കാൻ നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിച്ച കാര്യം ഒന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താ വെച്ചാൽ, നമ്മൾ മെഷ്റൂം ഓപ്പൺ ചെയ്യുക. മെഷ്റൂം ഓപ്പൺ ചെയ്ത് ലെഫ്റ്റ് സൈഡിലൊരു ഡ്രാഗ് ഇമേജ് ഫയൽസ് എന്നതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. അവിടേക്ക് നമ്മൾ നമ്മുടെ ഫോൾഡറിലുള്ള ഇമേജ് ഫയൽസ് ലൊക്കേറ്റ് ചെയ്ത് അവിടേക്ക് എല്ലാം കൂടെ ഒരുമിച്ചുകൊണ്ട് കൺട്രോളെ പ്രസ് ചെയ്ത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുകയാണ് വേണ്ടത്. ഇത് ചെയ്തു. ലോഡാവാൻ ചെറിയ ടൈം എടുക്കും. ഓക്കെ, ലോഡായി വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് മുകളിൽ ആ ഗ്രീൻ സ്റ്റാർട്ട് മെനു ക്ലിക്ക് ചെയ്യുന്നതാണ്. സ്റ്റാർട്ട് മെനു ഇപ്പോൾ നമുക്ക് വന്ന നോട്ടിഫിക്കേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് സേവ് ആക്കിയിട്ടില്ല എന്നാണ്. അപ്പോൾ നമ്മൾ അത് ഒരു ഫോൾഡർ സേവ് ആക്കുക. എനിക്ക് ഇഷ്ടമുള്ള ഫോൾഡർ സേവ് ആക്കാമെന്നാണ്, പ്രശ്നമില്ല. ഈ സേവ് ആക്കിയ ഈ ഫോൾഡറിലാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് വരിക. അപ്പോൾ നമുക്ക് സേവ് ചെയ്യുന്ന സ്ഥലം ഓർമ്മ കാണും. ഓക്കെ, നമ്മളിതൊരു സേവ് ചെയ്യുക. ഇതിന് ശേഷം സേവ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് ലെഫ്റ്റിൽ ഒരു ലോഡിംഗ് മെനു കാണാം. അത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് വരെ എത്തിക്കഴിഞ്ഞാലാണ് നമുക്കത് പ്രോസസ്സ് കംപ്ലീറ്റ് ആയെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മളൊരു 1.5 ഹവറിന് ശേഷം വന്ന് നോക്കിയപ്പോൾ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കത് സേവായ ഫോൾഡർ ഓപ്പൺ ചെയ്ത് വെക്കാം. സേവായ ഫോൾഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ സേവ് ചെയ്ത ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ നമ്മൾ ഫോൾഡർ ലൊക്കേറ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ 3D സ്കാനിങ് എന്ന് പറഞ്ഞിട്ടൊരു നെയിമിലാണ് സേവ് ചെയ്തിട്ടുള്ളത്. ആ ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ടെക്സ്ചറിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം ഉണ്ടാവും. അതിൽ OBJ ഫയൽ ഉണ്ടാവും. അതാണ് നമ്മുടെ OBJ ഫയൽ, വെച്ചാൽ നമുക്ക് വേണ്ട OBJ ഫയൽ. ഓക്കെ, അപ്പോൾ ഈ OBJ ഫയൽ ഓപ്പൺ ചെയ്യാൻ നമുക്ക് ബ്ലെൻഡർ ആവശ്യമാണ്. നമ്മളിതൊക്കെ ക്ലോസ് ചെയ്ത് ബ്ലെൻഡർ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ബ്ലെൻഡർ ഓപ്പണായി വന്നിട്ടുണ്ട്. നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ സെലക്ട് ചെയ്ത് നമുക്ക് ഡിലീറ്റ് അടിക്കുക. ഡിലീറ്റ് അടിച്ചതിന് ശേഷം ഫയലിൽ ഇമ്പോർട്ടിൽ OBJ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. OBJ ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ നേരത്തെ ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വലിയ ഫയൽസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോഡാകാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ നമ്മൾ പേടിക്കേണ്ട, അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ അത് ഓപ്പണായി വരും. അപ്പോൾ MTL ഉണ്ടാവും. MTL വേണം നമുക്ക് OBJ ആണ് ഓപ്പൺ ആക്കാനുണ്ടാവും. ഓക്കെ, കുറച്ച് ലോഡായി ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് അപ്സൈഡ് ഡൗൺ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബ്ലെൻഡർ ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് റെഡിയാക്കേണ്ട രീതി അറിയിക്കും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ റൊട്ടേറ്റ് പ്രസ് ചെയ്യുക. X ആക്സിസ് Y ആക്സിസ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ റൊട്ടേറ്റ് പ്രസ് ചെയ്ത് X ആക്സിസ് X അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് X ആക്സിസ് അലോങ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ റൊട്ടേറ്റ് Y കൊടുത്താൽ റൊട്ടേറ്റ് Y ആക്സിസ് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ അത് അലൈൻ ചെയ്യുക. ആ 3D മോഡ് നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് അലൈൻ ചെയ്യുക. G പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. G Z കൂടെ Z ആക്സിസിന് മുകളിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്യാൻ പോകുന്നത് GZ, ഇതിപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് റെഡിയാക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് G കൊടുക്കുക. Z കൊടുത്ത് നമുക്ക് Z ആക്സിസിൽ ഇപ്പോൾ മൂവ് ചെയ്തു. ഓക്കെ, ഇനി നമ്മളത് മെറ്റീരിയൽ പ്രിവ്യൂ നോക്കാം. മെറ്റീരിയൽ പ്രിവ്യൂ ഓക്കെ മെറ്റീരിയൽസൊക്കെ പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമുക്ക് ആവശ്യമില്ലാത്ത മെറ്റീരിയൽസ് ഇതിൽ കയറി വന്നിട്ടുണ്ട്. മീൻസ് ബാക്കിയുള്ള എല്ലാ ആ സ്റ്റെപ്പും ആ മാറ്റും ഒക്കെ ഇതിൽ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മളത് ടാബ് പ്രസ് ചെയ്ത് എഡിറ്റ് മോഡിൽ പോകുക. ബാക്കിയുള്ള മെഷേഴ്സ് ഒക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ ടാബ് പ്രസ് ചെയ്ത് എഡിറ്റ് മോഡിൽ പോയതിന് ശേഷം അതിൽ ആവശ്യമില്ലാത്ത മെഷൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യുക. ആ ഡിലീറ്റ് ചെയ്യാൻ ഞാനിവിടെ യൂസ് ചെയ്യുന്ന സർക്കിൾ സെലക്റ്റാണ്. നമ്മൾ C പ്രസ് ചെയ്ത് നമുക്ക് സർക്കിൾ സെലക്ഷൻ്റെ ഓപ്ഷൻ വരും. അത് പ്രസ് ചെയ്ത് നമുക്ക് ആവശ്യമില്ലാത്ത മെഷൊക്കെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. നമ്മൾ വയർ ഫ്രെയിം മോഡ് പോയിട്ട് സെലക്ട് ചെയ്യേണ്ടി കുറച്ചും കൂടെ എഫിഷ്യൻ്റായിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് ടൈം കൺസ്യൂമിങ് പരിപാടിയാണ്, കുറച്ച് വെറുപ്പ് കുടിക്കും. പക്ഷെ എന്നാലും നമുക്ക് ചെയ്യാണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് നേരം നമ്മൾ സെലക്ട് ചെയ്ത് X പ്രസ് ചെയ്ത് നമുക്ക് ഫേസ് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്ത് ഇങ്ങനെ നമ്മൾ കുറേ ചെയ്ത് കഴിയുമ്പോൾ അതിൽ ബാക്കിയുള്ള ആവശ്യമില്ലാത്ത ഫേസസ് ഒക്കെ നമുക്ക് ഇതുപോലെ ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് കളിച്ച് ഇതേ കോളേജിലാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയുള്ള പ്രൊസീജിയർ റെൻഡറിങ് ആണ്. റെൻഡറിങ്ങിന് നമുക്കൊരു ക്യാമറ ആവശ്യമാണ്. നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തു, ഒരു ക്യാമറ സീനിലേക്ക് ആഡ് ചെയ്തു. അതിനുശേഷം ഞാൻ റെസൊല്യൂഷൻ സെറ്റ് ചെയ്യുകയാണ്. ഞാനിവിടെ ഫുൾ HD റെസൊല്യൂഷനാണ് സെറ്റ് ചെയ്യുന്നത്. റെസൊല്യൂഷനൊക്കെ സെറ്റ് ശേഷം നമ്പർ പാഡിൽ 0 പ്രസ് ചെയ്താൽ നമുക്ക് ക്യാമറ വ്യൂയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് റെൻഡർ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ക്യാമറ കുറച്ച് ഓഫ്സെറ്റാണ്, അതുകൊണ്ട് നമ്മൾ എന്നെ പ്രസ് ചെയ്തു ക്യാമറ ടു വ്യൂ കൊടുത്താൽ നമുക്ക് ക്യാമറ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ക്യാമറ പ്രോപ്പർ സീൻ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ പിന്നെ എന്നെ പ്രസ് ചെയ്ത് ആ ടിക്ക് ബോക്സ് അൺചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പിന്നെ മൂവ് ചെയ്യുമ്പോൾ ക്യാമറ മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം നമ്മൾ വേൾഡ് പ്രോപ്പർട്ടീസ് പോയിട്ട് വേൾഡ് ബ്ലാക്ക് ആക്കുക. ഞാൻ എൻ്റെ റെൻഡർ പ്രോപ്പർട്ടീസാണ് കേട്ടോ പറയുന്നത്. അതിനുശേഷം റെൻഡർ എഞ്ചിൻ സൈക്കിൾസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിപ്പോൾ വ്യൂ പോർട്ട് റെൻഡറിങ് ഒരു 10ഉം മെയിൻ റെൻഡറിങ് ഒരു 64 ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് റെൻഡർ ചെയ്ത് നോക്കാം. റെൻഡർ ചെയ്യുമ്പോൾ പ്രോബബ്ലി ബ്ലാക്ക് ആയിരിക്കും, കാര്യം നമ്മൾ ലൈറ്റൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഓഫ് കോഴ്സ് ബ്ലാക്ക് ആണ്. നമുക്ക് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് നമുക്ക് ലൈറ്റ് ആഡ് ചെയ്യാം. അതിന് ഞാനൊരു പോയിൻറ്റ് ലാമ്പാണ് ആഡ് ചെയ്യുന്നത്. പോയിൻറ്റ് ലാമ്പ് ആഡ് ചെയ്തു. ഇപ്പോൾ വളരെ അടിയിലാണ്. നമുക്ക് ജി പ്രസ് ചെയ്ത് Z പ്രസ് ചെയ്ത് മൂവ് ചെയ്യാം. Y പ്രസ് ചെയ്ത് Y ഡയറക്ഷനിൽ, X പ്രസ് ചെയ്ത് X ഡയറക്ഷനിലൊക്കെ മൂവ് ചെയ്യാം. നിങ്ങൾക്ക് എവിടെയാണോ ലൈറ്റ് പ്രോപ്പറായിട്ട് വേണ്ടത് അവിടെ വെക്കുക. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറവായതുകൊണ്ട് ഞാനത് കൂട്ടി ഒരു 300 കൊടുക്കുന്നുണ്ട്. 300 കൊടുത്താൽ കുറച്ചും കൂടെ ഇറ്റപ്പാവും. ഇപ്പോഴും വളരെ ഹാർഷ് ലൈറ്റാണ്. ഈ ഹാർഷ് ലൈറ്റ് മാറ്റി നമുക്ക് കുറച്ചും കൂടി ഒന്ന് മൂവ് ചെയ്ത് കളിച്ചാൽ ചിലപ്പോൾ റെഡിയാവും. അല്ലെങ്കിൽ നമ്മൾ ഇൻറ്റൻസിറ്റി കുറയ്ക്കുക. പിന്നെ ഞാൻ Y ആക്സിസിൽ ഒന്നും കൂടെ മൂവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മൂവ് ചെയ്ത് വെച്ചതിന് ശേഷം ഇപ്പോൾ ഒരു സൈഡിൽ മാത്രമാണ് നമുക്ക് വെളിച്ചമുള്ളത്. ഇത് നമുക്ക് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ലൈറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നമുക്ക് X ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാം. ഇപ്പോൾ ഓൾമോസ്റ്റ് 2 സൈഡിലും വെളിച്ചമുണ്ട്. ബേസിക്കലി നമ്മുടെ പ്രൊസീജിയർ കഴിഞ്ഞു. ഇനി നമ്മൾ റെൻഡർ ഇമേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമേജ് റെൻഡറായി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.